പ്രൈസ്ലോ പറയാം. ഞാനിന്ന് പറയാനിരുന്ന വിഷയങ്ങളൊക്കെ ഇവിടെ സാക്ഷ്യത്തിലൂടെ ഒരു 60% മോയ് ബ്രദർ പറഞ്ഞു. ബാക്കിയുള്ളത് നമ്മുടെ അച്ഛനും പറഞ്ഞു. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ ദിവസവും വരുമ്പോൾ ആൾക്കാരെ ഒരു കൗണ്ട് എടുക്കാറുണ്ട്. എത്ര പേര് വരുമെന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഇന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞ കണക്ക് ഇന്ന് ക്രൗഡഡാണ്. ഞാൻ അങ്ങനെ ആവരെയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ദൈവം തിരിച്ചു ചെയ്തു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5:2-9 വരെ. ആരെങ്കിലും ഇറക്കി വായിക്കാം. ആട്ടുപാതത്തിൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, കുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൽ എളുപ്പം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതിന് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം തീർന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തന് എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യന് സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. സ്തോത്രം. വായിച്ചയുടെ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിൽ വന്നതാണ് എന്താ പറയുന്നത്. എല്ലാവർക്കും ഒരു ഐഡിയ കാണുമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്? നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ധൈര്യവും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ് മോയ് ബ്രദർ പറഞ്ഞു ഇതാണ് ഒരു നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ മെസ്സേജിലുള്ളൊരു കണ്ടന്റായിരുന്നു നിസ്സഹായ അവസ്ഥ. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു 38 ഇയേഴ്സ് അല്ലേ? അതെ, 38 വർഷമായിട്ട് രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാളെ കുറിച്ച് കാണുന്നു, അല്ലേ? അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ആമുഖം പറയുകയാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുളം കലങ്ങുമ്പോൾ ഞാൻ അടുത്തേക്ക് വരും, പക്ഷെ എനിക്ക് മുമ്പ് വേറെ ആലോചിച്ചോളൂ, അല്ലേ? നമ്മളുടെ ആ ഒരു വിടുതൽ എന്ന് പറയുന്നത്, നമ്മളുടെ വിടുതൽ ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കാണ് ഒരു ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വിടുതൽ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും ഇഷ്ടമാണ്. ദൈവം നമുക്ക് ഇപ്പം നമ്മളെ ഒരു പ്രാർത്ഥനാ വിഷയം തന്നു. ഇപ്പൊ തന്നെ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാവരും ദൈവം നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? അല്ലാതെ ദൈവം ഇപ്പം ആരെങ്കിലും ഒരു കഷ്ടം തന്ന ആരെങ്കിലും ഇവിടെ സാക്ഷ്യം പറയുമോ? ഇല്ല. നമ്മൾ ദൈവത്തെ കുറിച്ച് നല്ലത് മാത്രമേ പറയത്തുള്ളൂ. നമുക്ക് വചനത്തിലേക്ക് വരാം. ഈ വചനത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ ഈ വരുന്നത് ദൈവമാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷെ ബൈബിൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, രക്തസ്രാവക്കാരിയായ സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊടണം എന്ന് പറയുമ്പോൾ അവനറിയാം, അവർക്കറിയാം അത് യേശുവാണ്, ഇല്ലേ? അല്ലെങ്കിൽ സക്കായി, ഇവർക്കെല്ലാവർക്കും അറിയാം ഇത് യേശുവാണെന്ന്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയത്തില്ല ഇത് യേശുവാണെന്ന്. നമ്മളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു വരുന്നത് നമുക്കറിയാം. ഇത് യേശുവാണെന്ന് അറിഞ്ഞാൽ നമ്മളൊരു അവസരം കിട്ടി എന്തൊക്കെ പറയും യേശുവിന്റെ അടുത്ത്? നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ പറയും, ഇല്ലേ? അതേസമയം ഇത് വരുന്നത് യേശു എന്നറിയാതെ ഈ ചോദിക്കുന്ന ഒരു വചനം ഉണ്ടല്ലോ, ഈ ചോദിക്കും. നമുക്ക് അതിലേക്ക് പോവാം. ആദ്യമത്തെ 2ാമത്തെ വചനം ഒന്ന് വായിച്ചേ. വായിച്ചോ, അതൊക്കെ കൂടെ വായിച്ചോ. ആദ്യം കൂടെ കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം
വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. മതി. നമ്മളൊക്കെ വിചാരിക്കുന്നത്, ഞാൻ എന്നെ നിങ്ങളെ കൂട്ടത്തിലും കൂട്ടുക, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ ആരോഗ്യവാന്മാരാണ് അല്ലേ? അല്ലേ? ആരെങ്കിലും പറയൂ എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും പറയൂ? മാക്സിമം അത് കവർ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. ഇവർ ഈ കിടക്കുന്ന സ്ഥലത്ത് ആരൊക്കെയാ ഉള്ളത്? കുരുടരുണ്ട്, മുടന്തരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്. നമ്മൾ ആരെങ്കിലും ഇവരടുത്ത് പോകും? നമ്മൾ ആരെങ്കിലും അവരുടെ അടുത്ത് പോവോ? ഞാൻ പോകാറില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഞാൻ ചെന്ന് ഡോക്ടറെ കണ്ടു, അന്നേരം തന്നെ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അന്നേരം ഇറങ്ങും. കാര്യം കുട്ടികൾക്ക് രോഗം വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാറില്ല. ഈ പറഞ്ഞവർക്ക് ആരടുത്ത് ഞാൻ പോകാറില്ല, ദൈവജനായിട്ടും പോകാറില്ല, അല്ലാതെയും പോകാറില്ല. ഇങ്ങോട്ട് വരുന്നത് കേട്ടാ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ കർത്താവ് നോക്കി, അവൻ അതിന് താഴോട്ട് വായിക്കുന്നുണ്ട്. അവൻ 38 വർഷമായിട്ട് രോഗാവസ്ഥയിലാണെന്ന് അവൻ അറിഞ്ഞു. ഇപ്പൊ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. നമ്മളെ അറിയുന്ന കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ട് നേരത്തെ അറിയും. അത് നമ്മൾ ഈ വചനം മൊത്തത്തിൽ വായിച്ച് എവിടൊക്കെ വായിച്ചാലും ശരി അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ ചെന്ന് പറയണ്ട, എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അറിയുന്നുണ്ട്. നമ്മളൊന്നും പറയണ്ട. ഇവിടെ അവൻ കാണിച്ചു എന്താ? ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് ചോദിച്ചു. അന്നേരം ഇവന്റെ മനസ്സിൽ ഇവന് ദൈവമാണെന്ന് അറിയത്തില്ലേ? ഇവനെന്താ വിചാരിക്കുന്നത്? കുറച്ച് ആരോഗ്യവാനുള്ള ഒരാള് കുളം അടുത്ത കലങ്ങുമ്പോ ഇവൻ എന്നെ എടുത്തെടുത്താണ്. ഇതായിരിക്കും ചിന്താഗതി അല്ലേ? പക്ഷെ അവിടെ അങ്ങനെയാണോ സംഭവിച്ചത്? അവരുടെ അടുത്ത് കുളത്തിൽ ഇറങ്ങാൻ പറഞ്ഞു? ഇല്ല. അവരുടെ അടുത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വിടുതലാണെന്ന് ഞാനൊരു പ്ലാനൊക്കെ വെച്ചിട്ട് പറയും, ദൈവം ഇങ്ങനെ സംസാരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഇവരും പറയും, ഇപ്പം ആരോഗ്യമുള്ള ഒരാൾ വരുന്നുണ്ട്, ആരും വരാത്തൊരു സ്ഥലത്ത് ആരോഗ്യമുള്ള ഒരാൾ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 38 വർഷമായിട്ട് രോഗം പിടിച്ച് കിടക്കുന്നു പറയുമ്പോൾ അയാളുടെ ശാരീരിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കിടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്ന് നോക്കട്ടെ, നമ്മൾ എത്രമാത്രം വീക്കാവും. അപ്പം എനിക്ക് തോന്നുന്നു ഈ രോഗം വന്നിട്ട് ഈ ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് അവിടെ കൂടെ ഒന്ന് എത്തിപ്പെടാൻ പറ്റാത്തത് അല്ലേ? നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെ. പലപ്പോഴും നമ്മുടെ അവസ്ഥയല്ലേ? നമുക്ക് ഇതാണ് പലതിനും ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും എത്തപ്പെടാൻ പറ്റുന്നില്ല. അത് അവിടുന്ന് ഇങ്ങനെ താഴോട്ട് നമ്മൾ വചനം വായിച്ചു വരുന്ന സമയത്ത് ദൈവം അവൻ്റെ അടുത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ 3 കാര്യങ്ങൾ പറയുന്നത്? കിടക്കെടുക്കുക, എണീക്കുക, കിടക്കെടുക്കുക, നടക്കുക. പക്ഷെ അങ്ങനെയാണോ അവിടെ മൊത്തത്തിൽ നടന്നുകൊണ്ടിരുന്നത്? ഇത്രയും നാള് ബാക്കിയുള്ളവർക്കൊക്കെ വിടുതല കിട്ടി അങ്ങനെയാണോ? അല്ല. ബാക്കിയുള്ളവരെല്ലാരും കുളത്തിൽ ഇറങ്ങുമ്പോഴേ വിടുതല കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവര് നോക്കി, നമ്മളും അത് കണക്ക് ഒരു റെയർ പീസാണ് നമ്മളത് ഫസ്റ്റ് വിശ്വസിക്കണം. അവൻ്റെ അടുത്ത് പറഞ്ഞു എണീക്കുക, കിടക്കെടുക്കുക, നടക്കുക. ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കാല് കൊണ്ട് എണീറ്റ് നടക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും തളർന്ന് കിടക്കുന്നവര്. എനിക്കറിയില്ല അത്രയും എന്തോ പറഞ്ഞ ഇതിന്റെ ലിഗമെന്റോ അതോ ഇതോ അല്ലെങ്കിൽ വെയിൻസോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഉണ്ടാകണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് തലയിൽ ചെന്നെങ്കിലേ നമ്മൾ നടക്കത്തുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, പറഞ്ഞു അവൻ അനുസരിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. ദൈവം പറയുന്നു, എന്തെങ്കിലും പറയുന്നു, അങ്ങ് അനുസരിച്ചേക്കുക. നമ്മള് ഇവിടെ ഈ ബൈബിളിൽ മൊത്തത്തില് കാണുന്നൊരു കാര്യം, നമ്മൾ വായിക്കുമ്പോൾ ഈ തിരുവചനത്തിൽ കാണുന്നൊരു കാര്യം, ആരൊക്കെ അനുസരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം വിടുതൽ കൊടുക്കും. ഇല്ലേ? ഒരാൾക്ക് പോലും അനുസരിച്ച് ഒരാൾക്ക് പോലും വിടുതൽ കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. ഇനി എന്റെ അറിവ് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ? അപ്പോ പിന്നെ എന്നെ ചിന്തിപ്പിച്ച ഇതിനകത്ത് തന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, അവിടെ ഇവരെ കൂടാതെ ഒരുപാട് പേര് കാണും ഒരു വിടുതലിന് വേണ്ടിയിട്ട് അല്ലേ? ഇവർക്കിടയിൽ പോലും ഐക്യമില്ലായിരുന്നില്ലേ?
ഇവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ, ഇവന്റെ ഒരു സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞു കുറച്ച് നാളെ അവൻ കിടക്കുമല്ലേ, നമുക്ക് ഇവനെ അന്നൊരു വെള്ളത്തിൽ ഇട്ടാലോ. അവർക്കിടയിൽ പോലും ഐക്യമില്ല അല്ലേ? ഈ ഐക്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, ഭയങ്കര ഒരു സംഭവമാണ് ഈ ഐക്യം എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാല് ആരും വിടുതൽ വാങ്ങിക്കത്തില്ല. എല്ലാവരും നിന്നെടുത്ത് തന്നെ ഇരിക്കും. അവരിന്ന് നമ്മളിങ്ങനെ പുറത്തുകൊണ്ടിരിക്കും, എനിക്ക് വിടുതൽ വരുന്നില്ല, എനിക്ക് വിടുതൽ വരുന്നില്ല. വിടുതൽ വരണമെങ്കിൽ എന്താ വേണം? ഐക്യം വേണം. ഐക്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ജോസഫ് ഒരു സാക്ഷ്യം പറഞ്ഞു, നമുക്കിവിടെ വിടുതൽ നടക്കുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയല്ല, ഞാനത് കണക്ട് ചെയ്ത് പറയാം. എങ്കിൽ മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലേ? ഇപ്പൊ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിടുതൽ ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നു. അതിനെന്താ വേണ്ട? ഫസ്റ്റ് നമ്മളൊരു യൂണിറ്റി ഉണ്ടായാൽ മതി. ഈ യൂണിറ്റ് മതി നമുക്കൊരു വിടുതൽ നടക്കാനായിട്ട്. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഈ യൂണിറ്റ് വന്നാൽ തന്നെ അതൊരു വലിയ വിടുതലാണ്. യൂണിറ്റ് വന്നാൽ തന്നെ ഇവന്റെ അടുത്ത് ദൈവം ചെന്ന് ചോദിച്ച സമയത്ത് എന്റെ ഒരു ആലോചനയാണ്. ഇവൻ പറഞ്ഞതാണ്, ഞാൻ നിസ്സഹായനാണ്, എന്നെ എടുത്ത് ഇടാൻ ആരുമില്ല, പക്ഷെ എന്റെ ആശ നശിച്ചിട്ടില്ല. ഇതിൽ വീണാല് ഇവൻ രക്ഷപ്പെടുമെന്ന് ഇവൻ അറിയാം. നമ്മുടെ നിസ്സഹായാവസ്ഥയിലും നമ്മുടെ ആശ നശിക്കരുത്. ആശ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. എല്ലാവരും മനുഷ്യന്മാരാ, എല്ലാവർക്കും ആശ നശിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഞാൻ പല വചനങ്ങൾ ഒരുപാട് എടുത്തിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നില്ല എനിക്ക്. എങ്കില് അന്നേരം ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യം, നീ എന്റെ അടുത്തല്ല പറയുന്നത്, ദൈവം നീ ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. നീ നോക്കണ്ട, ഞാൻ പറഞ്ഞത് നീ അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ പ്രവർത്തിച്ചോളാം. ഞാൻ ഈ കുരുണ്ടറിനൊക്കെ അന്നേരം തന്നെ കിടക്കെടുത്തു നടന്നു. സോ അതേപോലെ എനിക്കറിയാം ഈ മെസ്സേജ് ഒരു ഓർഡറിലല്ല കാര്യം. ഞാനത് അവസാനം പറയാം. കാര്യം ഇത് ചെയ്യുന്നുണ്ട്. കാര്യം ഈ മെസ്സേജ് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗം എനിക്ക് കിട്ടി. എനിക്ക് വേണ്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മെസ്സേജ് എല്ലാം ഞാൻ ഫുള്ളും കേൾക്കണം. എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നോർമലി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുവിധം എല്ലാ മെസ്സേജും ഞാൻ കേൾക്കാൻ ശ്രമിക്കും. എങ്ങനെ? കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കത്തില്ല. ഒരു പകുതി വരെ കേട്ടിട്ട് പിന്നെ അടുത്ത് എപ്പോഴെങ്കിലും പോകുമ്പോഴായിരിക്കും ബാക്കി ഇടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിത് ഇന്ന് പറഞ്ഞ മെസ്സേജ് ഇന്ന് തന്നെ കേട്ടാലേ പറ്റത്തു. കാര്യം എനിക്ക് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യണം. അതിലും വലിയ രസം എനിക്കിത് ഒരു പ്രാവശ്യം കേട്ടാ പോരാ. അതിനകത്ത് നമ്മൾ എഴുതുന്നത് ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് 2-3 പ്രാവശ്യം ഈ കേട്ട പറയാൻ കേൾക്കണം. ഇത് കാരണം എനിക്കിപ്പോ നിങ്ങളെക്കാളും എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഹ്യമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അതേപോലെ ഇവിടെ ഈ ദൈവവചനം ഈ ദൈവം വന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്റെ പരിഭവമാണ് ആദ്യം പറഞ്ഞത്. അവൻ അവിടെ പരിഭവം പറഞ്ഞായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞോ? അവനൊന്നും പറഞ്ഞില്ല. ഇവൻ പറഞ്ഞൊരു കാര്യം എന്താ? ദൈവം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ എടുത്ത് അല്ലാതെ നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും എന്നെ പോലെ ഞാൻ വിചാരിക്കും. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളൊന്ന് പറയാം. ഈ ദൈവത്തിന്റെ അടുത്ത് അങ്ങോട്ട് ഇവൻ ചെന്നിട്ട് നിനക്ക് സൗഖ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം പറയണം, ദൈവമേ ഞാൻ 38 വർഷം ഇവിടെ കിടന്നു, എന്നെ ആരും എടുത്തിടാനില്ല, അല്ലെങ്കിൽ ഇത്. പക്ഷെ ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ദൈവം ദൂരെ അവനെ കണ്ടു. ദൂരെ അവനെ കണ്ടിട്ട് അവനൊരു വിടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്.
നമ്മളെ മതകണക്കായിരിക്കണം. നമ്മൾ പിറുപിറുത്തോ അവിടെ തീർന്നു. നിന്റെ പ്രാർത്ഥനയുടെ ആ ഒരു ഫലം അവിടെ കണ്ടു എന്ന് പറയാം. പിറുപിറുക്കാതിരിക്കുക, നിരാശ നഷ്ടപ്പെടാതിരിക്കുക. നമ്മൾ പ്രത്യാശയോടെ ഇരുന്നാല് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് 38 വർഷം എന്ന് പറയുന്നത് നമുക്കറിയില്ല ഈ 38 വർഷമാണ്, അതിന് മുമ്പേ അറിയാത്ത അസുഖമാണ്. പക്ഷെ ഈ 38 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു വലിയ, ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഒരു 60 വേണ്ട, എല്ലാവർക്കും ചിലപ്പോൾ ഒരു വിഷമം വരും. ഒരു 50% കഴിഞ്ഞില്ലേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്പാൻ വെച്ചിട്ട് കഴിഞ്ഞു കാണും. തീർച്ചയായും അത് കഴിഞ്ഞു കാണും. ഒരു 50% ഞാൻ പറയാം, കഴിഞ്ഞെന്ന് പറയാം. അത്രയും നാള് നമ്മളായിരുന്നെങ്കിൽ ഞാൻ പിറുപിറുത്തേ, 100% പിറുപിറുത്തേ. ഞാൻ അവിടെ ആരൊക്കെ വരുന്ന അവരുടെ എല്ലാവരും പറഞ്ഞില്ലേ, ഞാൻ ഇതാണ് കുളത്തിലെ വെള്ളത്തിന്റെ രീതിക്കാണ്, ദൈവം വരാമെന്ന് പറഞ്ഞു, ദൈവം വന്നിട്ട് വന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. പക്ഷെ ഇവൻ പിറുപിറുത്തില്ല. ഇവൻ ആ മനസ്സിൽ ആ ഒരു ദൃഢം ചെയ്തിട്ടുള്ള ഇരുന്നു. ദൈവം പറഞ്ഞു കിടക്കെടുക്കുക, നടക്കുക. അവിടെ ഞാൻ ചിന്തിപ്പിച്ചൊരു വിഷയം, ദൈവത്തിനായിരിക്കും ഒരു കിടക്കെടുക്കാൻ പറഞ്ഞത്. എന്തിനായിരിക്കും? ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനാണ് അല്ലേ? നമ്മളും ഒരു വിഷയത്തിന് വിടുതൽ കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുക, ദൈവത്തിനടുത്ത് പോകാതിരിക്കാന്നല്ല. ആ വിഷയമായിട്ട് പിന്നെ എന്റെ ഒരു പ്രശ്നമാണ്. എനിക്കൊരു വിഷയത്തിന് വിടുതൽ കിട്ടിയാലും വിടുതൽ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ ഒന്നും കൂടെ പറയും, കുറച്ചും കൂടെ ഇതിനകത്തുനിന്ന് ഇതിനെ മാറരുത്, ഇനിയും ഒരു കുറച്ചും കൂടെ. ഇവനങ്ങാ പറഞ്ഞു ഇല്ല, ദൈവം വന്നു പറഞ്ഞു പോയി, കാര്യം തീർന്നു, അവന് വിടുതലായി. നമ്മുടെ വിഷയം ഇതോടെ കാര്യങ്ങൾ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും, എത്ര വർഷം ദൈവം നിങ്ങൾക്ക് സംസാരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് അങ്ങനെ പറയുന്നത്, ദൈവം സംസാരിക്കും നിങ്ങൾക്ക്.